തിരിച്ചെടുക്കാൻ പറ്റില്ല, കുഴപ്പമില്ലല്ലോ, അങ്ങോട്ട് പോവില്ല. മര്യാദ കാര്യം പറയുന്ന അതിനനുസരിച്ച് ആളും സെറ്റപ്പായിട്ട് വരൂല്ലേ. നോക്കണ തൈക്കലുണ്ട്, എന്താവും ആവും. ആ എവിടെ കടാ പോണേ? എവിടെയോ എന്തോ ഒരു തകരാറ്. ആ കിട്ടില്ല, എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് വരണം. കിട്ടില്ല 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 കിട്ടില്ല. തിരിച്ചു പോവാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കും. വഴി ചെറുതായിട്ടൊന്ന് അതിലിതിലേ മാറി. റിവേഴ്സ് വാടാ, അപ്പുറത്തുള്ള അതിലെ വഴി. എന്നോട് ആര് പറഞ്ഞത് ഇതിലെ വരെ ഡ്രൈവർ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതല്ല ജോർജ് ചേട്ടൻ, എല്ലാം കളയാനുണ്ടോ? ഈ 6-7 കഥ പറഞ്ഞു. തേക്ക് മാത്രമേ 7 ബാക്കിയുള്ള എണ്ണം പറഞ്ഞില്ലേ? നന്നായിട്ടുണ്ട്. ആ 7 എന്നാണ് പറഞ്ഞു. ഇവിടെ വന്നപ്പോ നിരത്തി 7 തേക്ക്, ബാക്കിയുള്ള ബോണസിന്. അതെ, 7 തേക്കിന് പറഞ്ഞേക്ക. ഇല്ലേ, മര്യാദ കാര്യം പറയുന്ന അതിനനുസരിച്ച് ആളും സെറ്റപ്പായിട്ട് വരൂല്ലേ. 7 മരം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പണിയാനുള്ളതുള്ളത് ഏകദേശം 7 17. അത് കാരണം ഈ അകലെ പണിക്ക് പോകാൻ ഭയങ്കര മടി. ഇവിടെ വരെ വന്നിട്ടായിരിക്കും ഈ കഥ. ഞങ്ങളിപ്പോ ചങ്ങനാശ്ശേരി, കോട്ടയം ചങ്ങനാശ്ശേരി തുരുത്തിയിലാണ്. ഒരു 7 തേക്ക് മുറിക്കാൻ വേണ്ടി വന്നതാണ്. തേക്ക് മാത്രമല്ല, മരങ്ങൾ കുറേയായി ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഇവിടം വരെ വന്നപ്പോഴാണ് ഇത്രയും മരങ്ങൾ കണ്ടപ്പോൾ ആകെ നമ്മളായ ഇതങ്ങോട്ട് കട്ടായി. അത്യാവശ്യം പണിയാനുള്ളതാണ്. അപ്പോൾ ഈ തേക്ക് ആ മാവ് അല്ലേ, നമുക്ക് ഫസ്റ്റ് ആ മാവ് പണിയാം. അത് അത്യാവശ്യം പണിയാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേയൊക്കെ കൊമ്പിറക്കി വെച്ചേക്കുന്നതാണ്. നമുക്കിപ്പോൾ പണിയാന്ന് പറയാൻ അധികതകളില്ല അല്ലേ. ചെറുതാക്കി കയറ്റടിക്കും, കൊമ്പുകൾ തൂപ്പുകളില്ല. മരം ആകെ വള്ളിയും ഇതൊക്കെ ആയിട്ട് നിൽക്കണം. പിന്നുള്ളത് അതിൻ്റെ പുറകിലെ സൈഡിലാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതും പണിയുണ്ട്. അതിലുണ്ട് മാവുണ്ട്, തേക്കുണ്ട്, പ്ലാവ്, അങ്ങനെ കുറച്ച് മരങ്ങൾ. മൊത്തം 17 10 കൂടിയിട്ടുള്ളൂ. അപ്പം നോക്കാം. വന്ന വഴിക്ക് തന്നെ വഴി മാറിപ്പെട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇടങ്ങറായി. എന്താണ് തോന്നണത്? ഒന്നും അല്ല, ഉറക്കം പറ്റിട്ട് തോന്നുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയൂ. നല്ല പണിയാണ് കിട്ടിയത്, അതന്നെ പറയാനുള്ളത്. ഫസ്റ്റ് ഈ മാവിൻ്റെ പണിയാണ്. എങ്ങനെ ഉണ്ടാവും? മാവിൻ്റെ പണി കഴിച്ചെങ്കിൽ അങ്ങോട്ട് ആ ഗ്യാപ്പിലേക്ക് വിടാൻ പറ്റുള്ളത് ബാക്കിയല്ലേ?
ഉണങ്ങി നിൽക്കണല്ലോ. ഉണക്കണോ? ഇങ്ങോട്ട് വരുമോ? അവിടെ എന്തോ ഷീറ്റ് എന്തൊട്ട് വെച്ചിട്ട് വലിച്ചെടുത്തോട്ടാ. വലിച്ചെടുക്കാൻ പറ്റില്ല, കുഴപ്പമില്ലല്ലോ. അങ്ങോട്ട് പോവില്ല, കമ്പിക്കെത്തൂല്ല. വലിച്ചെടുത്താ കയറ്. രണ്ട് കയറാല്ല, അതുമ്പോ വള്ളിമ പിടിച്ചേക്കണം. ചുറ്റു കുറക്കണം. കയറിലോടേതേ ആലൂസേ എവിടെയിലിരിക്കുവോ?
മൂന്നാല് കൊമ്പുള്ളൂ. ഇത് കുറേ കൊമ്പുകൾ ഇറക്കി ആകെ കാട് പിടിച്ച് ഒന്നും കാണാത്ത അവസ്ഥ. എല്ലാതും തേക്ക് ഈ പറഞ്ഞ എല്ലാം അത്യാവശ്യം കൊല്ലം ഇങ്ങനെ കൊമ്പിറക്കുന്നതാണ് കാറ്റിനെ പേടിച്ചിട്ട്. പക്ഷെ ഇപ്പോൾ പേടി കൂടി വന്നപ്പോൾ ഇത് മുറിക്കാനുള്ള തീരുമാനത്തിലായി. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത്. ഇനിയിപ്പോൾ ഈ ഒരു 2-3 കൊമ്പുകളും വെച്ച് വിടാം. ഒരു ഇത് തന്നെ അടിയിൽ കുറച്ച് തൈക്കളുണ്ട്, നമ്മുടെ മറ്റേ സീതപ്പഴം, പേര, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അത് കാരണം എന്തായാലും അത് പോകുന്നുണ്ട്. കാരണം തടി വീണെങ്കിൽ വേറെ വഴിയില്ല. നോക്കട്ടെ. നമുക്കിനി ഇതിൽ നിന്നൊരു ഇട പിടിച്ച് അതിലേക്ക് വിടാം. കുറച്ച് തൈക്കളുണ്ട്, എന്താവും പ്ലാവും തൈയും കൂടെ പെടുത്തിക്കോ. അത് കുഴപ്പമില്ല, അതിങ്ങനെ തിരിയാനുണ്ടല്ലോ. മരം അങ്ങടല്ലേ വരില്ല, അത് തിണ്ടുമ്പലേ വീഴുള്ളൂ. കാരണം കോട്ടിൽ പൊട്ടിക്കൊണ്ടിട്ടുണ്ട് മതിൽ
നാളെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇല്ല ആകെ അവിടെ ചൂടാ കട വെച്ച് വൃത്തിയാക്കോ. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞില്ലേ, നമ്മൾ വിചാരിച്ചും കൂടെ തന്നെ ഒരു ഫ്ലോ ഇല്ല. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതുപോലെ തന്നെ കഴിഞ്ഞില്ല. അവിടെ കുറച്ച് ആ തിണ്ടുകളൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് വേറെ വലിയ പ്രശ്നമുള്ളതല്ല, സമാധാനം ഉണ്ടെന്നുണ്ട്. വെറുതെ കല്ല് വരി വെച്ച് ഇങ്ങനെ തട വെച്ചിരുന്നതാണ്, അത് പോയി. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പ്രശ്നമില്ലാത്തതെന്ന് പറഞ്ഞു, ഒരു സമാധാനമുണ്ട്. കുറച്ച് സ്ഥലങ്ങളില്ല, അപ്പോൾ ഇത് കണ്ട് ചോദിക്കാൻ മാത്രം അടുത്തത് പണിയാനുള്ള സ്ഥലമുള്ളൂ. നമുക്കിപ്പോൾ ഈ മാവ് എപ്പോഴും തേക്ക് മുറിക്കാനുള്ള സ്ഥലം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ആ തേക്കിൻ്റെ പണിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതിപ്പോൾ കുറച്ച് കൊമ്പുകൾ ഇനിയിപ്പോൾ ഈ ഗ്യാപ്പ് ഒന്നുകൊണ്ട് നമുക്ക് അതിലേക്ക് മുറിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതായത് അടുത്തതിൽ കാണാം. ചങ്ങനാശ്ശേരി തുരുത്തിൽ നിന്നും ക്യാമറമാൻ അതിനൊപ്പം എന്തുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മുസ്തഫ മുത്തു. നമ്മളെ പേര് പറയലില്ല അല്ലേ, ആർക്കും അറിഞ്ഞൂടെ പേര് തരാം. പലരും ചോദിക്കും പേരറിയില്ല. അപ്പോൾ അതാണ്. അപ്പോൾ എൻ്റെ പേര് മുസ്തഫ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പേ